നമസ്കാരം. അറബി ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള കുതിരയോട്ട മത്സരത്തിന് ദുബായ് ഒരിക്കൽ കൂടി വേദിയായിരിക്കുകയാണ്. ദുബായ് വേൾഡ് കപ്പിന്റെ പുതിയ സീസണിന്റെ വിശേഷങ്ങളാണ് അറബി ദിസ് വീക്കിൽ ഇത്തവണ ആദ്യം. ആയിരത്തി 1996 ദുബായ് ഭരണാധികാരി തുടക്കമിട്ട വേൾഡ് കപ്പ്. ലോകത്തിലെ അഴകും കരുത്തും ഒത്തിണങ്ങിയ കുതിരകൾ മത്സരിക്കാനെത്തുന്ന അപൂർവ മത്സരവേദികളിൽ ഒന്ന്. വേൾഡ് കപ്പിന്റെ 29ാമത് എഡിഷനാണ് ഇത്തവണ നടന്നത്. എല്ലാ വർഷവും നവംബർ മാസത്തോടെ ആരംഭിക്കുന്ന ദുബായ് റേസിംഗ് സീസണിന്റെ പരിസമാപ്തി കുറിക്കുന്നത് വേൾഡ് കപ്പോടെയാണ്. അഥവാ ലോകമെമ്പാടുമുള്ള കുതിരസ്നേഹികൾ കാത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള മത്സരങ്ങളിൽ ഒന്നായ മത്സരത്തോടെ. കഴിഞ്ഞ വർഷത്തെ എൻ്റെ മുമ്പിലത്തെ വർഷം വെച്ച് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന അത് ഞങ്ങളുടെ ഫുൾ കപ്പാസിറ്റിയിൽ ഓടുന്ന ഒരു റേസാണ്. പിന്നെ കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള ഒരുപാട് പേര് ഈ റേസിങ്ങിന് ആയിട്ട് ഇപ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കോവിഡൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ആൾക്കാർക്കൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പിന്നെ ഇത് ഒരു വേൾഡ്സ് റിച്ചസ്റ്റ് റേസാണ്. പിന്നെ ഇത് കൂടുതലിപ്പം UAE കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു റേസാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇപ്രാവശ്യം പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് ചേഞ്ചസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ ഈവൻറ്റ്സ്, ഫാഷൻ ഷോ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദുബായ് വേൾഡ് കപ്പ്. മത്സരത്തിൽ പങ്കെടുക്കാനായി ലോകമെമ്പാടും നിന്നും അപേക്ഷകളെത്തും. ഇങ്ങനെ എത്തുന്ന അപേക്ഷകൾ വിദഗ്ധരടങ്ങിയ സംഘം പരിശോധിച്ചാണ് സ്വീകരിക്കുന്നതും പങ്കെടുക്കാൻ അനുമതി നൽകുന്നതും. ഇങ്ങനെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് അഴകും കഴിവും കരുത്തും ഒത്തിണങ്ങിയ കുതിരകൾ മത്സരത്തിനായി ദുബായിലെത്തും. പഴുതടച്ച കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് കുതിരകളെ എത്തിക്കുന്നതും പരിപാലിക്കുന്നതും മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതും. വിമാനങ്ങളും കപ്പലുകളും അടക്കം സജ്ജീകരിച്ച് ലോകോത്തര സംവിധാനങ്ങളാണ് ഇത്തരത്തിൽ കുതിരകളെ സുരക്ഷിതമായി എത്തിക്കുന്നതിനായി രാജ്യം ഒരുക്കാറുള്ളത്. ആകെ 9 മത്സരങ്ങളാണ്. അത് 9ാമത്തേതാണ് ദുബായ് വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്നത്. $12.5 മില്യൺ USD. കൂടുതൽ കൺട്രീസ് ഇപ്പോൾ 13 കൺട്രീസ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ ദുബായിലോട്ട് ഈ ഹോഴ്സ് റേസിങ്ങിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ കൺട്രീസ് ജപ്പാൻ, ചൈന അങ്ങനെ പല രാജ്യങ്ങളും ഇപ്പോൾ ഇതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ റിച്ചസ്റ്റ് റേസ്. ദുബായ് വേൾഡ് കപ്പിന്റെ 29ാമത് പതിപ്പാണ് ഇത്തവണ നടന്നത്. 14 രാജ്യങ്ങളിൽ നിന്നുള്ള 125 കുതിരകളാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുത്തത്. $3 കോടി ആയിരുന്നു ആകെ സമ്മാനത്തുക. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തുടങ്ങിയ പ്രമുഖരും ദുബായ് വേൾഡ് കപ്പ് മത്സരാർത്ഥികൾക്ക് ആശംസകൾ നേരാൻ നേരിട്ടെത്തിയിരുന്നു. ആയിരങ്ങൾ നോക്കി നിൽക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള കുതിരയോട്ട മത്സരമായ ദുബായ് വേൾഡ് കപ്പിൽ ഖത്തറിന്റെ ഹിറ്റ് ഷോ ചാമ്പ്യനായി.
$1.2 കോടി നേടിയാണ് സൂപ്പർ ഹിറ്റായത്. ഫ്ലോറന്റ് ജിറോക്സ് ആയിരുന്നു 5 വയസ്സുകാരൻ ഹിറ്റോയുടെ ജോക്കി. ദുബായ് മെയ്ദാൻ റേസ് കോഴ്സിൽ നടന്ന വാശിയേറിയ മത്സരത്തിലായിരുന്നു ഹിറ്റോ മുന്നിലെത്തിയത്. കഴിഞ്ഞ വർഷത്തെ ദുബായ് വേൾഡ് കപ്പിൽ സൗദി അറേബ്യയുടെ ലോറൽ റിവർ $1.2 കോടി നേടി ഒന്നാമനായിരുന്നു. ഐറിഷുകാരൻ ടെഗോഷയായിരുന്നു 6 വയസ്സുകാരൻ ലോറൽ റിവറിന്റെ ജോക്കി. അറേബ്യൻ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ് ഈ കരുത്തും അഴകുമൊന്നിക്കുന്ന കുതിരകൾ. കുതിരകൾക്കായി ലോകോത്തര നിലവാരത്തിലുള്ള കുതിരലായങ്ങൾ ദുബായിൽ സർക്കാർ നിർമ്മിച്ചിട്ടുണ്ട്. ഓരോ കുതിരകളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഭക്ഷണം ഉൾപ്പെടെയുള്ളവ ശ്രദ്ധിക്കാനും നിരവധി ആളുകളും അവിടെ ഉണ്ടാകും. കുതിരകളുടെ ആരോഗ്യം കൃത്യമായി പാലിക്കാൻ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ സദാസമയം അവിടെ ഉണ്ടാകും. ഭക്ഷണം ഉൾപ്പെടെ പ്രത്യേകമായി എത്തിച്ചാണ് നൽകുക. ഒരു വിട്ടുവീഴ്ചയും ഒരു ഘട്ടത്തിലും വരുത്താതെ താപനിലയടക്കം ക്രമീകരിച്ചാണ് ഇവയുടെ പ്രവർത്തനം. വിവിധ തരത്തിലുള്ള ട്രാക്കുകളും കുതിരകൾക്കായി ഇവിടെയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. നാടിന്റെ ഓർമ്മകൾ ഉണർത്തി പ്രവാസ ലോകത്തും മുത്തപ്പൻ തിരുവപ്പന ആഘോഷം കെങ്കേമമായ രീതിയിൽ കൊണ്ടാടി. ഒമാനിലും UAEയിലും നടന്ന മുത്തപ്പൻ തിരുവപ്പന ആഘോഷങ്ങളുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. നാടിന്റെ ഓർമ്മകൾ ഉണർത്തി നാട്ടിലെ അതേ ചിട്ടവട്ടങ്ങൾ ഒരുക്കി ആചാരങ്ങളെല്ലാം പാലിച്ച് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു മുത്തപ്പൻ തിരുവപ്പന ആഘോഷിച്ചത്. ഉത്തര മലബാറുകാർക്ക് വിശ്വാസത്തിനും ഭക്തിക്കുമൊപ്പം തെയ്യക്കോലങ്ങൾ എന്നാൽ മനസ്സു നിറയ്ക്കുന്ന വികാരമാണ്. പറശ്ശിനിക്കടവിലെ മുത്തപ്പന്റെ മഠപുരയായി മാറുകയായിരുന്നു 2 ദിനങ്ങൾ അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഓഡിറ്റോറിയവും പരിസരവും. മുത്തപ്പനെ ഒരു നോക്ക് കാണാൻ, സങ്കടം പറയാൻ, മുത്തപ്പന് പറയാനുള്ളത് കേൾക്കാൻ വിശ്വാസികൾ ഒഴുകിയെത്തി. UAE അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ 16ാം വർഷമാണ് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം പ്രവാസ ലോകത്ത് സംഘടിപ്പിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് മുത്തപ്പൻ കെട്ടിയാടുന്നവരുൾപ്പെടെ 10 പേരെ എത്തിച്ചായിരുന്നു ചടങ്ങുകളെല്ലാം. നാട്ടിലുള്ള മുത്തപ്പൻ മടപ്പുരകളിൽ നമ്മൾ സന്ദർശിക്കുന്ന സമയത്തുണ്ടാകുന്ന രൂപങ്ങൾ, മുത്തപ്പൻ്റെ 2 തിരുരൂപങ്ങൾ നാട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇന്ന് ഏകദേശം ഒരു 16,000-ഓളം ആളുകൾ ആണ് ഇവിടെ എത്തും. രാത്രിയുടെ ഇടയിൽ അവർക്ക് എല്ലാ ആളുകൾക്കും 2 ദിവസം മുത്തപ്പൻ്റെ പ്രധാനപ്പെട്ട വഴിപാടായ അന്നദാനം 2 ദിവസം ഉണ്ടാവും. എല്ലാ പരിപാടികളിലും വളരെയധികം നമ്മൾ നാട്ടിൽ കാണുന്ന തരത്തിൽ തന്നെ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. ഒരു ഉത്സവ പ്രതീതിയാണ് ഇന്ന് അജ്മാനിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് നമ്മൾ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നത് ഇവിടുത്തെ UAEയിലെ ഭരണാധികാരികളോടാണ്. അവരെ വലിയൊരു മനസ്സിൻ്റെ ആ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള പരിപാടികൾ നമുക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കോവിലിന് മുന്നിൽ മുത്തപ്പനും തിരുവപ്പനയും കെട്ടിയാടിയത് ഭക്തർക്ക് അനിർവചനീയ അനുഭവമായി. 2 ദിവസങ്ങളിലായിട്ടായിരുന്നു ചടങ്ങുകൾ നടന്നത്. നാട്ടിൽ ഒരു മുത്തപ്പൻ്റെ മടപ്പുര സങ്കേതത്തിൽ എങ്ങനെയാണോ ഉത്സവ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ മലയിറക്കൽ കർമ്മം, അതുപോലെ തന്നെ ഗുളികൻ്റെ ഒരു സങ്കല്പവും കൂടി ഇവിടെ പ്രശ്നവശാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഗുളികൻ്റെ സങ്കല്പം, അതിൻ്റെ പൂജാതി കർമാദികൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് കോലം ഇല്ല, പൂജ മാത്രമേ ഉള്ളൂ. പിന്നെ മുത്തപ്പൻ്റെ വെള്ളാട്ടം, പിന്നെ സന്ധ്യാവേലക്കാട്ടം, മുതക്കലശം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിറ്റ് രാവിലെ നമ്മൾ തിരുവപ്പന കെട്ടിയാടുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലത് അതേ പ്രതീതിയിൽ തന്നെ നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട്.
മുത്തപ്പനെ കാണാനും അനുഗ്രഹം വാങ്ങാനുമായി നിരവധി ആളുകളാണ് UAEയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയത്. ഇഷ്ടദൈവത്തെ അടുത്തു കാണാനായതിന് നിർവൃതിയിൽ വിശ്വാസികൾ. മലബാറിന് പുറത്തുനിന്നെത്തിയ പലർക്കും തിരുവപ്പന മഹോത്സവം പുതിയ അനുഭവമായി. സത്യമായിട്ടും അവിടെ കണ്ണൂരിൽ പോയി തൊഴാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ മൂന്നാമത്തെ വർഷമായപ്പോൾ ഞാൻ ഈ മുത്തപ്പൻ്റെ സന്നിധിയിൽ ഇവിടെ വന്ന് തൊഴാൻ എനിക്ക് മുത്തപ്പൻ്റെ അനുഗ്രഹം അങ്ങോട്ട് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. മുത്തപ്പ ഭക്തജന സഹസ്രങ്ങളുടെ സംഗമഭൂമിയാവുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അജ്മാൻ. മണിക്കൂറുകൾ വരി നിന്നാണ് പലർക്കും ദർശനം സാധ്യമായതും. മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന പ്രസാദമൂട്ടിൽ 10,000-ങ്ങളാണ് പങ്കെടുത്തത്. മുത്തപ്പനെ ഇവിടെ വന്ന് കാണുന്നത് ആദ്യമായിട്ട് സത്യം പറഞ്ഞ മുത്തപ്പനെ കാണുന്നത് ഞാൻ ഇവിടെ വെച്ചിട്ടാണ്. നമ്മൾ പണ്ടൊരിക്കൽ ഇവിടെ പോയിരുന്നെങ്കിലും പരസ്നകളിൽ പോയിരുന്നെങ്കിലും അന്ന് ഈ തെയ്യങ്ങളും ഇതൊന്നും കണ്ടിരുന്നില്ല, ഈ വെള്ളാട്ടമൊന്നും കണ്ടിരുന്നില്ല. ആദ്യമായിട്ട് കാണുന്നത് ദുബായിൽ വെച്ചിട്ട് തന്നെയാണ്. അതിനുശേഷം നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക അനുഭൂതിയാണ്. ആദ്യമായിട്ട് ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആദ്യമായിട്ടല്ലേ എന്നെ കാണുന്നതല്ലേ എന്ന് ചോദിച്ചു. അത് സത്യമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഞാനൊരു 5-6 വർഷമായിട്ട് ഇവിടെ സ്ഥിരം വരികയാണ്. അപ്പോൾ ഞാൻ കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് മുത്തപ്പൻ്റെ കൈ പിടിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് കണ്ണൂർ പോയി. അവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ എല്ലാ സ്ത്രീകളും എന്താ പറയുക, പരസ്പരം വളരെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്യുന്നത്. ഇവിടെ എല്ലാ വർഷവും വരാറുള്ളതാണ്. ശരിക്കും പറശ്ശിനിക്കട പോകുന്ന അതേ ഒരു അനുഭവമാണ് ഇവിടെ ഉള്ളത്. വിളിച്ചാൽ വിളിയൊക്കെ ദൈവമാണ് മുത്തപ്പൻ. എല്ലാ വർഷവും നമുക്ക് ആ ഒരു ഫീലിംഗ് ഇവിടെ കിട്ടാറുണ്ട്. ഇന്ന് കുറച്ച് തിരക്കുണ്ട്, എന്നാലും എല്ലാ വർഷവും നമ്മൾ കുടുംബമായിട്ട് എല്ലാവരും വരാറുണ്ട്. ഒമാനിലെ മസ്കറ്റിലും മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം നടന്നു. മസ്കറ്റിലെ ക്ഷേത്ര ഹാളിൽ താൽക്കാലികമായി നിർമ്മിച്ച മഠപുരയിലാണ് മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം അരങ്ങേറിയത്. പ്രശസ്ത തെയ്യം കലാകാരൻ അനീഷ് പെരുവണ്ണാന്റെ നേതൃത്വത്തിൽ 9 പേരടങ്ങുന്ന സംഘമാണ് നാട്ടിൽ നിന്നും എത്തിയത്. വടക്കേ മലബാറിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മാത്രം പ്രത്യേകതയാണ് 100 കണക്കിന് വരുന്ന തെയ്യക്കോലങ്ങൾ. ഓരോ തെയ്യത്തിന് പിന്നിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. ഒരേ പേരിൽ 2 മൂർത്തികൾ, അതാണ് മുത്തപ്പന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മസ്കറ്റിലെ മാത്രമല്ല, ഒമാനിലെ മറ്റു ഗവർണറേറ്റുകളിൽ നിന്ന് പോലും 1000-ങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. മസ്കറ്റിലെ അറിയപ്പെടുന്ന സാംസ്കാരിക സംഘടനയായ പയ്യന്നൂർ സൗഹൃദവേദിയുടെ നേതൃത്വത്തിലായിരുന്നു ഉത്സവം സംഘടിപ്പിച്ചത്. സൗഹൃദവേദിയുടെ മറ്റൊരു നാഴികക്കല്ലായി മാറുകയായിരുന്നു മുത്തപ്പൻ തിരുവപ്പന മഹോത്സവവും. ഇനി സൗദി അറേബ്യയിലേക്കാണ് യാത്ര. സൗദി അറേബ്യയിലെ വാദി നമർ ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. റിയാദ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് തെക്കോട്ടുള്ള ദിശയിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്നതാണ് വാദി നമർ എന്ന വിനോദസഞ്ചാര കേന്ദ്രം. കുടുംബ സൗഹൃദ ബന്ധങ്ങൾ ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും സംഗമിക്കേണ്ട സ്ഥലമാണ് വാദി നമർ. കൃത്രിമമായി സൃഷ്ടിച്ച മനോഹരമായ വെള്ളച്ചാട്ടവും ഒരു ഡാമും തടാകവും ആധുനിക രീതിയിൽ നിർമ്മിച്ച പാർക്കും പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ പ്രകൃതി മനോഹാരിതയും മറ്റും കണ്ടു ശീലിച്ച മലയാളികൾക്ക് ഈ കാഴ്ചകൾ ഒട്ടും പുതുമ നൽകില്ല എങ്കിലും വാദി നമർ കാണാനെത്തുന്ന ഓരോ മലയാളിയും ഏറെ അത്ഭുതത്തോടെയാണ് കാര്യങ്ങൾ വിലയിരുത്തുക. അതിമനോഹരമായാണ് കൃത്രിമ വെള്ളച്ചാട്ടവും പൂന്തോട്ടങ്ങളും അരുവികളും ഈ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. അൽ റിയാദ് വികസന അതോറിറ്റി വെബ്സൈറ്റിൽ നൽകുന്ന വിവരങ്ങൾ പ്രകാരം വാദി നമർ അതിന്റെ പച്ചപ്പ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. താഴ്വരയുടെ ഹൃദയഭാഗത്ത് 9500-ലധികം മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ഇവ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുവാൻ ഏറെ സഹായിക്കും. മരുഭൂമിയിൽ കളകളനാദത്തിൽ ഒഴുകുന്ന അരുവിയും 50 അടിയോളം താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ പ്രകൃതി താളവും കൃത്രിമ തടാകത്തിന്റെ ഓളങ്ങളിൽ നീന്തിയും മുങ്ങിയും ഉല്ലസിക്കുന്ന അരയന്നങ്ങളും
അതിമനോഹരമായ അനുഭവമാണ് സന്ദർശകർക്ക് ഇവിടെ പകരുക. കൂറ്റൻ മലനിരകൾ തുരന്ന് ഇരുഭാഗങ്ങളിലേക്കും റോഡുകൾ നിർമ്മിച്ചാണ് വാദി നമർ പ്രദേശത്തേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നത്. ഇരുഭാഗങ്ങളിലേക്കുമുള്ള വഴികളിൽ ഈന്തപ്പന മരങ്ങൾ കൊണ്ട് മനോഹരമായാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. തടാകത്തിൽ ഊളിയിട്ട് നീങ്ങുന്ന ചെറു മത്സ്യങ്ങളും സന്ദർശകരുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കും. സന്ദർശകർ ഇരിക്കാനും തടാകത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനും പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രദേശത്തിലൂടെ സഞ്ചരിച്ച് തടാകത്തിന്റെയും പർവ്വത നിരകളുടെയും കാഴ്ചകൾ ആസ്വദിക്കുവാൻ പ്രത്യേക നടപ്പാതകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിരവധിയായി എത്തുന്ന സന്ദർശകർ മലകയറ്റത്തിനുള്ള അവസരവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂറ്റൻ മലകൾക്കിടയിൽ രൂപപ്പെട്ട അനേകം ഗുഹകളും ഈ പ്രദേശത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ആഹാരം പാകം ചെയ്യാനും പാകം ചെയ്തു കൊണ്ടുവരുന്ന ആഹാരങ്ങൾ കൂട്ടമായിരുന്ന് ആസ്വദിച്ച് ഭക്ഷിക്കാനുമാണ് സന്ദർശകർ ഈ ഗുഹകളെ പ്രയോജനപ്പെടുത്തുന്നത്. താഴ്വാരത്തോട് ചേർന്ന് നിർമ്മിച്ച വിശാലമായ പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള വിശാലമായ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ തടാകത്തിൽ മീൻപിടുത്തത്തിന് അനുമതിയില്ല. ഇതുകൂടി അനുവദിച്ചാൽ സന്ദർശകർക്ക് കൂടുതൽ രസകരമാകുമെന്നും ചില സന്ദർശകർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഈ താഴ്വരയിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ നിരവധിയാണ്. തടാകവും അവയുടെ പരിസര പ്രദേശങ്ങളും മനോഹരമായി ചിത്രീകരിക്കുവാനും കുടുംബത്തോടൊപ്പം തടാകത്തിനരികിൽ ചെലവഴിക്കുവാനും ഇറച്ചി ചുട്ട് പാചകം നടത്തുവാനുമുള്ള സൗകര്യങ്ങളാണ് ഇതിൽ പ്രധാനം. ഇതിനാൽ തന്നെ സഞ്ചാരികളെ വാദി നമർ താഴ്വരയിലേക്ക് അനുദിനം ആകർഷിക്കുകയാണ്. അറേബ്യൻ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.